നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ, അതായത് കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്ററായ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും, അതിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും അതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റി സോൾവിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2ാമത്തെ പാർട്ട് വീഡിയോ ആണ്. 1ാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4ാമത്തെ യൂണിറ്റ്, അതായത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി സോൾവിങ്ങും ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും നോട്ടും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. പിന്നെ ബയോളജി ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ 2 യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താങ്ക് യു. ഹൗ എലമെൻറ്റ്സ് ഗോട്ട് ദെയർ നെയിംസ്, മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ. എങ്ങനെയാണ് മൂലകങ്ങൾക്ക് പേര് വന്നതെന്നുള്ളത്. വെൻ യു ഹിയർ ദ നെയിംസ് ഓഫ് ദി എലമെൻറ്റ്സ് ഫ്രാൻസിയം ആൻഡ് ഐൻസ്റ്റീനിയം, ഡോണ്ട് യു റീകോൾ ദ കൺട്രി ഫ്രാൻസ് ആൻഡ് ദ സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ. അതായത് നിങ്ങൾ ഫ്രാൻസിയം, ഐൻസ്റ്റീനിയം എന്ന് പറഞ്ഞിട്ട് 2 മൂലകങ്ങളുണ്ട്, 2 എലമെൻറ്റ്സ് ഉണ്ട്. അവയുടെ പേരുകൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഫ്രാൻസിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഓർമ്മ വരുന്നത്? ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് ഓർമ്മ വരും. അതുപോലെ ഐൻസ്റ്റീനിയം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെ ഓർമ്മ വരും, അല്ലേ? എലമെൻറ്റ്സ് ആർ നെയിംഡ് നോട്ട് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദി കൺട്രി, സയൻറ്റിസ്റ്റ്, but also on the basis of the color, name of planets, satellites, continents, etc. അതായത് രാജ്യം, അതുപോലെ ഈ സയൻറ്റിസ്റ്റ്, ഇവരുടെ പേര് മാത്രമല്ല നമ്മൾ ഈ എലമെൻറ്റ്സിന് കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്? ഒരു കളറിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിം ഓഫ് പ്ലാനറ്റ്സ്, പ്ലാനറ്റിൻ്റെ പേര്, പ്ലാനറ്റ് എന്ന് നമ്മുടെ ഗ്രഹങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. പിന്നെ കോണ്ടിനെൻറ്റ്സ്, നമ്മുടെ ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകര, അതിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ എലമെൻറ്റ്സിന് പേര് കൊടുക്കാറുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ ദ എലമെൻറ്റ്സ് ഗിവൺ ബിലോ ഗോട്ട് ദെയർ നെയിംസ്. താഴെ 3 പേരുകൾ തന്നിട്ടുണ്ട്, എലമെൻറ്റ്സിൻ്റെ പേര്. എങ്ങനെയാണ് ഇവയ്ക്ക് ഈ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് നമ്മൾ എഴുതണം. ഏതൊക്കെയാണ്? ക്രോമിയം, ഇറിഡിയം, നെപ്റ്റ്യൂണിയം. നോക്കിയോളൂ. ക്രോമിയം ഡെറൈവ് ചെയ്തേക്കുന്നത് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ക്രോമ. ക്രോമ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കളർ. അപ്പോൾ ക്രോമ എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ക്രോമിയം എന്ന് പറയുന്ന എലമെൻറ്റ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? കളർ. അതുപോലെ ഇറിഡിയം ഡെറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഐറിസ്. ഐറിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇറിഡിയം ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റെയിൻബോ. അപ്പോൾ ഈ ഇറിഡിയം എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ കാരണം, ഈ ഇറിഡിയം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ റെയിൻബോ എന്ന് വെച്ചാൽ ഒരു 7 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഐറിസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീക്ക് വേർഡിൽ നിന്ന് ഇറിഡിയം എന്ന് പറയുന്ന പേര് കിട്ടിയിരിക്കുന്നത്. ഐറിസ് എന്ന് പറയുന്ന ആ പേരിൻ്റെ മീനിങ് എന്താണ്? റെയിൻബോ. അടുത്തത് നെപ്റ്റ്യൂണിയം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏത്? ഡെറൈവ്ഡ് ഫ്രം ദ പ്ലാനറ്റ് നെയിം നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ പേരിൽ നിന്നാണ് നെപ്റ്റ്യൂണിയം എന്ന് പറയുന്ന എലമെൻറ്റ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് ക്രോമിയം. ക്രോമിയം എന്ന് പറയുന്നത് നിറം എന്നർത്ഥം വരുന്ന ക്രോമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അടുത്ത ഇറിഡിയം, മഴവില്ല് എന്നർത്ഥം വരുന്ന ഐറിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നെപ്റ്റ്യൂണിയം, നെപ്റ്റ്യൂൺ എന്ന ഗ്രഹനാമത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ എന്ന ഗ്രഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അങ്ങനെ എഴുതാം കേട്ടോ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മൂലകങ്ങളുടെ വർഗീകരണം. ഒബ്സർവ് ദ പിക്ചർ. ഹാവ് യു എവർ സീൻ ബുക്സ് അറേഞ്ച്ഡ് ഇൻ എ ലൈബ്രറി? നമ്മൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ നല്ല കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അതിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അറേഞ്ചിങ് ബുക്സ് ബൈ കാറ്റഗറൈസിങ് ദം ഇൻ ടു എസ്സേസ്, പോയം, സ്റ്റോറീസ്, നോവൽസ് എക്സെട്ര. ഈ പോയംസ് ആയിട്ട് സ്റ്റോറീസ്, നോവൽസ്, എസ്സേസ് ഇങ്ങനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? നമുക്ക് പെട്ടെന്ന്, ഇപ്പോൾ ഒരാൾ വന്ന് പോയംസ് ആണ് വേണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പോയംസ് ഇരിപ്പുണ്ട് എന്ന് പറയാം. അപ്പോൾ ആ പോയംസ് മാത്രമുള്ള അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണമാണത്. നോക്കിയോളൂ. എലമെൻറ്റ്സ് ആർ ആൾസോ ക്ലാസിഫൈഡ് ഇൻ ദിസ് മാനർ. എലമെൻറ്റ്സിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വച്ചിട്ടുണ്ട്. സോ ഫാർ 118 എലമെൻറ്റ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ് വിച്ച് ഇൻക്ലൂഡ് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് എലമെൻറ്റ്സ്. ഒരു പോയിന്റാണ് ഇവിടെ. മൊത്തം ഇതുവരെ നമ്മൾ 118 എലമെൻറ്റ്സ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്, ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. എത്രണ്ണമാണ്? അപ്പോൾ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? 118. എത്രയാണ്? 118 കേട്ടോ. അത്രയും എലമെൻറ്റ്സ് ആണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ട്, സിന്തറ്റിക് എലമെൻറ്റ്സ് ഉണ്ട്. എന്താണ് നാച്ചുറൽ എലമെൻറ്റ്സ് ആൻഡ് സിന്തറ്റിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായിട്ടുള്ളത്.
നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായിട്ടുള്ളത്, സിന്തറ്റിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളത്. മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സും ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ഓൾ ദീസ് എലമെന്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ് സെപ്പറേറ്റ്ലി. ഈ എല്ലാ എലമെന്റ്സിനെ കുറിച്ചും അവയുടെ കോമ്പൗണ്ട്സിനെ കുറിച്ചും ഒക്കെ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ഇറ്റ് വുഡ് ബി ഈസിയർ ഇഫ് എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പുകളാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നോക്കിയുള്ളൂ, ദ പീരിയോഡിക് ടേബിൾ കേട്ടിട്ടുണ്ടോ? പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടിക എന്ന് പറയും. പീരിയോഡിക് ടേബിൾ ഈസ് എ ടേബിൾ ഇൻ വിച്ച് ഓൾ ദ എലമെന്റ്സ് ആർ കാറ്റഗറൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്. ഇങ്ങനെ എലമെന്റ്സിനെയെല്ലാം അവയുടെ പ്രോപ്പർട്ടീസിനെയൊക്കെ ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുള്ള ഒരു ടേബിളാണ് എന്ത് പറയുന്നത്? ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പീരിയോഡിക് ടേബിൾ? ഈസ് എ ടേബിൾ. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഒരു ടേബിളാണ്, ഒരു പട്ടികയാണ്. ഇൻ വിച്ച്, ഇവിടെ എന്താണുള്ളത്? ഓൾ ദ എലമെന്റ്സ്, എല്ലാ എലമെന്റ്സും, എല്ലാ മൂലകങ്ങളെയും ആർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അറേഞ്ച്ഡ്, പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്, അവയുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ച്, അല്ലെ അവയുടെ ഗുണങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് എല്ലാ എലമെന്റ്സിനെയും കാറ്റഗറൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയത്തിൽ മൂലകങ്ങളെയെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണ് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ. അനലൈസ് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിം ആൻഡ് സിംബൽ ഓഫ് എനി 5 എലമെന്റ്സ്. ഈ ആവർത്തന പട്ടിക നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് 5 മൂലകങ്ങളുടെ പേരും അതിൻ്റെ സിംബലും എഴുതണം. അപ്പോൾ തന്നിട്ടില്ലേ, ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ടോട്ടൽ 118 എലമെന്റ്സ് ആണുള്ളത്. അവസാനമുള്ള എലമെന്റ്സ് ഒക്കെ എന്താണ്? സിന്തറ്റിക് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. പിന്നെ നാച്ചുറൽ എലമെന്റ്സും അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു 5 എലമെൻ്റ് പേരെഴുതുക, എന്നിട്ട് അതിൻ്റെ സിമ്പലും ഹൈഫൻ ഇട്ടിട്ട് അതിൻ്റെ സിമ്പലും എഴുതുക. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന പേരാണ് നിങ്ങൾ എഴുതണമെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട് എച്ച് എന്ന് ഇടുക. എച്ച് ആണല്ലോ ഹൈഡ്രജൻ്റെ സിമ്പൽ. അതുപോലെ കാർബൺ എന്ന പേരാണ് എഴുതണമെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട് സി എന്ന് എഴുതുക. സി ആണ് കാർബണിൻ്റെ സിമ്പൽ. അതേപോലെ ഏതെങ്കിലും ഒരു 5 എലമെൻ്റ്, ഇവിടെ ഈ എലമെൻറ്റിൻ്റെ പേരും അതിൻ്റെ സിമ്പലും ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ? അപ്പോൾ അത് നിങ്ങൾ എഴുതുക കേട്ടോ, ആ ഒരു ആക്ടിവിറ്റി. അടുത്തത് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് എലമെന്റ്സ് വെയർ ആഡഡ് റീസെൻ്റ്ലി ഇൻ ദ പീരിയോഡിക് ടേബിൾ? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ആഡ് ചെയ്ത എലമെൻറ്റ് ഏതാണെന്ന്, അതായത് ഏറ്റവും അവസാനം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്ത എലമെന്റ്സ് ഏതൊക്കെയാണ് അതിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് നോക്കാം. ഈ തന്നിട്ടുള്ള 4 എലമെന്റ്സ് ആണ് ഏറ്റവും അവസാനം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആഡ് ചെയ്ത 4 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നിഹോണിയം, അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് NH, മോസ്കോവിയം MC, ടെന്നസിൻ TS, ഒഗനസൺ OG. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയും, നിങ്ങൾ ഇനി പഠിക്കും. ഇവിടെയൊക്കെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നിഹോണിയം 113, മോസ്കോവിയം 115, ടെന്നസിൻ 117. ഏറ്റവും അവസാനം ആഡ് ചെയ്തതാണ് 118ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൊത്തം 118 എലമെന്റ്സ് ആണുള്ളത്. ഏറ്റവും അവസാനം ആഡ് ചെയ്ത 118ാമത്തെ എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഒഗനസൺ ആണ്. ഏതാണ്? ഒഗനസൺ. അതിൻ്റെ സിമ്പൽ OG. ഓക്കെ ആണല്ലോ? അപ്പം 118ാമത്തെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ 118ാമനായിട്ട് നമ്മളെ എന്താണ് പീരിയോഡിക് ടേബിളിൽ ആഡ് ചെയ്തതാണ് ഒഗനസൺ എന്ന് പറയുന്ന എലമെൻറ്റ്. എലമെന്റ്സ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഈ മൂലകങ്ങൾ വിവിധ സ്റ്റേറ്റുകളിലാണ് കാണപ്പെടുന്നത്, അല്ലേ? വിവിധ സ്റ്റേറ്റുകളിൽ എന്ന് വെച്ചാൽ വിവിധ അവസ്ഥകളിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, അല്ലേ? ലിസ്റ്റ് ദ എലമെന്റ്സ് എക്സിസ്റ്റിംഗ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടി സോളിഡ് സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന പിന്നെ എലമെന്റ്സ് ഏതൊക്കെയാണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്, ഗേഷ്യസ് സ്റ്റേറ്റിൽ ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, അത് നമ്മൾ അതെഴുതി നമ്മൾ ഈ ഒരു ടേബിൾ താഴെ തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിളിനെ ഒന്ന് പഠിക്കണം. പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് ആണ് ഈ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ അകത്ത് ഇവിടെ തന്നിട്ടുണ്ട് ഹിൻസ് എന്നും പറഞ്ഞിട്ട്, കണ്ടോ? അതിൻ്റെ അകത്ത് റെഡ് കളറിൽ തന്നിട്ടുള്ള ആ ഒരു ബോക്സ്, റെഡ് കളറിൽ തന്നിട്ടുള്ള ബോക്സ് എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ്, വാതകാവസ്ഥയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? അതിന് എക്സാമ്പിൾ ഇവിടെ ഹൈഡ്രജൻ, അതുപോലെ
നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇതൊക്കെ എന്താണ് വാതകാവസ്ഥയിൽ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണ്. കണ്ടോ? അപ്പോൾ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടുള്ള എലമെൻസ് എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ ഇതാ ഇവിടെ ബ്ലൂ കളറിൽ തന്നിട്ടുള്ള എലമെൻസ് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ളതാണ്. അതാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ള സീസിയം, ഫ്രാൻസിയം, അതുപോലെ മെർക്കുറി, ഗാലിയം, ബ്രോമിൻ, ഇതൊക്കെ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണ്. ഇനി നമുക്കിനി സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസും വേണം അല്ലേ? അല്ലാതെ ഇവിടെ ഈ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടുള്ളത് എല്ലാം സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണ്. അതായത് ലിഥിയം, ബെർലിയം, മഗ്നീഷ്യം, സോഡിയം, അലുമിനിയം, കാർബൺ, ഇതൊക്കെ എന്താണ് അതൊക്കെ സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണ്. ഇനി ഒരു ചെറിയൊരു റെഡ് കളർ ഫ്ലഷിൻ്റെ കളറിൽ കൊടുത്തിട്ടുണ്ട് എലമെൻസ്. അതെന്താണ്? സിന്തറ്റിക് എലമെൻസ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള എലമെൻസ്, മനുഷ്യർ നിർമ്മിച്ച എലമെൻസ് ആണ്. അതെല്ലാം സിന്തറ്റിക് എലമെൻസ് ആണ്. അപ്പോൾ ബാക്കി ഉള്ളതെല്ലാം നാച്ചുറൽ എലമെൻസും ആ ഫ്ലഷിൻ്റെ കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളതെല്ലാം എന്താണ്? സിന്തറ്റിക് എലമെൻസും ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അത് അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ബോക്സിലും എലമെൻറ്റിൻ്റെ പേര്, അതിൻ്റെ സിമ്പൽ, അവയുടെ അറ്റോമിക് നമ്പർ, പിന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതൊക്കെ നമ്മളിനി പഠിക്കും. ഇതൊക്കെ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതാ ഇവിടെ നോക്കിയുള്ളൂ. ഞാൻ ഇവിടെ ഒരു 4 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലിഥിയം, ബെർലിയം, സോഡിയം, മഗ്നീഷ്യം. ഈ 4 എലമെൻറ്റ്സും സോളിഡാണോ, ലിക്വിഡാണോ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വാല്യൂസാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഏറ്റവും ടോപ്പിൽ, ലിഥിയത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ 3 കൊടുത്തിട്ടില്ലേ? അതാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. പിന്നെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം, LI എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പൽ, അതിൻ്റെ അല്ലെങ്കിൽ പ്രതീകമാണ്. അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള അതിൻ്റെ പേര് ലിഥിയം, കണ്ടോ? അതതിൻ്റെ പേര്, ആ എലമെൻറ്റിൻ്റെ പേര്. പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം 2, 1, കണ്ടോ? ഇതാണ് ഒരു പീരിയോഡിക് ടേബിളിലെ ഒരു എലമെൻറ്റ് വന്നിട്ടുള്ള ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതുപോലെ ബെർലിയത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്, സിമ്പൽ BE ആണ്, പേര് ബെർലിയം ആണ്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 2. ഇതാണ് സോളിഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, ലിക്വിഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, ഗേഷ്യസ് എലമെൻറ്റ്സ്. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ നിന്ന് ഇത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോളിഡ് എലമെൻറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും. ഏതൊക്കെയാണ്? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, സിലിക്കൺ, കോപ്പർ, അയൺ. ഇതിൻ്റെയൊക്കെ സിമ്പിൾസും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കുക ഇങ്ങനെ. അടുത്ത ലിക്വിഡ് എലമെൻറ്റ്സിൻ്റെ കളർ എന്താണ് പീരിയോഡിക് ടേബിളിൽ? ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളറിലായിരിക്കും അല്ലേ? ബ്ലൂ കളറിലുള്ളതാണ് ലിക്വിഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബ്രോമിൻ, ഗാലിയം, മെർക്കുറി, സീസിയം, ഫ്രാൻസിയം, അതിൻ്റെയൊക്കെ സിമ്പിൾസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഗേഷ്യസ് ഫോമിലുള്ള എലമെൻറ്റ്സ്, അതായത് വാതക രൂപത്തിലുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ ഒരു റെഡിഷ് കളറായിരിക്കും, റെഡ് അല്ലെങ്കിൽ ബ്രൗൺ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കളറിലുള്ളതാണ് ഗേഷ്യസ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഹൈഡ്രജൻ, ഹീലിയം. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയം ആ ഒരു ബോക്സിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖരമൂലകങ്ങൾ, ദ്രാവക മൂലകങ്ങൾ, വാതക മൂലകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, സിലിക്കൺ, ചെമ്പ്, ഇരുമ്പ്, ഇതെല്ലാം ഖരമൂലകങ്ങൾ. ഇനി ദ്രാവക മൂലകങ്ങൾ ബ്രോമിയം, ഗാലിയം, മെർക്കുറി, സീസിയം, ഫ്രാൻസിയം. വാതക മൂലകങ്ങളാണെങ്കിൽ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവ. ഇനി ഇതിൻ്റെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിന്തറ്റിക് എലമെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലുള്ള സിന്തറ്റിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. പീരിയോഡിക് ടേബിളിൽ സിന്തറ്റിക് എലമെൻറ്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പിങ്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എലമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പിങ്ക് കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ആ പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ നമുക്ക് സിന്തറ്റിക് എലമെൻറ്റ്സ് കിട്ടും. സിന്തറ്റിക് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യനിർമ്മിത മൂലകങ്ങൾ. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഇതിൻ്റെ അകത്ത് സിന്തറ്റിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ ടെക്നീഷ്യം, കണ്ടോ? ടെക്നീഷ്യം, റുദർഫോർഡിയം, ഡബ്നിയം, സിബോർജിയം, ബോറിയം, ഹേസിയം, അങ്ങനെ കുറേ, മീഥേനിയം, അങ്ങനെ കുറേ സിന്തറ്റിക് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിങ്കിഷ് കളറിലുള്ളത് അല്ലേ, അതാണ് എന്ത് പറയുന്നത്? സിന്തറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് കുറച്ച് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിന്തറ്റിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത മൂലകങ്ങൾ. ടെക്നീഷ്യം ഉണ്ട്, റുദർഫോർഡിയം ഉണ്ട്, ബോറിയം ഉണ്ട്, നെപ്റ്റ്യൂണിയം ഉണ്ട്, പ്ലൂട്ടോണിയം ഉണ്ട്. അങ്ങനെ ഒത്തിരി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേറെ എലമെൻറ്റ്സ് എഴുതാവുന്നതാണ്.
അടുത്ത നോക്കിയുള്ളൂ, ഏർലിയർ അറ്റംപ്റ്റ്സ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ആദ്യകാല ശ്രമങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത് അതിലോട്ട് എത്തിച്ചേരുന്നതിന് മുൻപ് നിരവധി സയന്റിസ്റ്റ് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി ഓരോരോ രീതിയിൽ ഒരു പീരിയോഡിക് ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യകാല ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കിയുള്ളൂ, അതിൽ ഫസ്റ്റ് ആളിൻ്റെ പേരാണ് അന്റോയിൻ ലവോസിയർ. ആരാണ്? അന്റോയിൻ ലവോസിയർ. ലവോസിയർ മെയ്ഡ് ദ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ്സ് ടു ക്ലാസിഫൈ എലമെന്റ്സ്. എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ആദ്യ ശ്രമം നടത്തിയ ഒരാളാണ് ആര്? ലവോസിയർ. അപ്പോൾ ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ആദ്യ ശ്രമം നടത്തിയ ഒരാളായിരുന്നു ആര്? ലവോസിയ എന്ന് പറയുന്നത്. ഹി ക്ലാസിഫൈഡ്, അദ്ദേഹം എങ്ങനെയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്? ദ ദെൻ നോൺ എലമെന്റ്സ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് 118 എലമെന്റ്സ് എന്ന് പറയുന്ന എലമെന്റ്സ് വന്നത്. അപ്പോൾ ആദ്യകാലത്ത് അത്രയും എലമെന്റ്സ് ഉണ്ടായിരുന്നില്ല. ഈ ലവോസിയ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അന്ന് നിലവിലുണ്ടായിരുന്ന എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. അന്ന് നിലവിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നോ ആ എലമെന്റ്സിനെ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങളെന്നും നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങളെന്നും ക്ലാസിഫൈ ചെയ്തു. അപ്പം അറിയാലോ ലവോസിയ എലമെന്റ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും. ഇനി അടുത്തത്, De Bruijner classified the elements of similar properties into groups of 3. De Bruijner ആരാണ്? De Bruijner എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് എന്ത് ചെയ്തെന്നറിയാമോ? സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള അല്ലെങ്കിൽ ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ഗുണങ്ങളൊക്കെ ഉള്ള എലമെന്റ്സിനെ 3 വീതമുള്ള ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതായത് ഒരു ഗ്രൂപ്പിൽ 3 എലമെന്റ്സ്, അടുത്ത മറ്റൊരു ഗ്രൂപ്പിൽ 3 എലമെന്റ്സ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ദീസ് ഗ്രൂപ്പ്സ് വെയർ കാൾഡ് ട്രയാഡ്സ്. ഈ ഗ്രൂപ്പിന്, ഈ മൂന്നെണ്ണം ഉള്ള എലമെന്റ്സിന്റെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഡെ ബ്രൂയ്നർ വിളിച്ച പേരാണ് ട്രയാഡ്സ് എന്ന്, അല്ലെങ്കിൽ ത്രികകങ്ങൾ. 3 എലമെന്റ്സ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികകങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു. He stated that the atomic mass of the element in the middle of the triads was approximately the average of the atomic masses of the other 2 elements. He stated that. അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തത് എന്താണ്? അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തത് ദ അറ്റോമിക് മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ട്രയാഡ്സ്. ഈ ഓരോ ട്രയാഡിൻ്റെയും, ഒരു ട്രയാഡിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ആണുള്ളത് അല്ലേ? ഈ ഓരോ ട്രയാഡ്സിൻ്റെയും മധ്യഭാഗത്തുള്ള മിഡിൽ പോർഷനിലുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മറ്റു 2 എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ആവറേജ് ആണ് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. മനസ്സിലായോ? ഹി സ്റ്റേറ്റഡ് ദാറ്റ്. എന്താണ് സ്റ്റേറ്റ് ചെയ്തത്? അറ്റോമിക് മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ട്രയാഡ്സിന്റെ മിഡിൽ പോർഷനിലുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് വാസ് അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ ഏകദേശം ദ ആവറേജ് ഓഫ് ദി അറ്റോമിക് മാസസ് ഓഫ് ദി അതർ 2 എലമെന്റ്സ്. മറ്റ് 2 എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ആവറേജിന് അപ്രോക്സിമേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ഏകദേശം സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ഓൺലി ഫ്യൂ എലമെന്റ്സ് കുഡ് ബി ക്ലാസിഫൈഡ് ഇൻ ദിസ് വേ. ഈ ഒരു വഴിയിൽ കൂടെ അദ്ദേഹത്തിന് വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിന് എക്സാമ്പിൾസ് ആണ് ദൈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഈ ഡെ ബ്രൂയ്നറിന്റെ ട്രയാഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തില്ലേ, ആ എലമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയെന്നറിയാമോ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. LiNaK അല്ലേ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അറ്റോമിക് മാസ് കണ്ടോ? സോഡിയത്തിൻ്റെത് 23 ആണ്, പൊട്ടാസ്യത്തിൻ്റെത് 39 ആണ്, ലിഥിയത്തിൻ്റെത് 7 ആണ്. അപ്പോൾ 39 7 കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 23, ഏകദേശം 23 കിട്ടും. അതുപോലെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ട്രയാഡ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒരു ട്രയാഡിന് എക്സാമ്പിളാണ്. അതുപോലെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഒരു ട്രയാഡിന് എക്സാമ്പിളാണ്. അതുപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അതും ഒരു ട്രയാഡിന് എക്സാമ്പിളാണ്. അടുത്ത ആള്, അപ്പോൾ നമ്മൾ 2 പേരെ പഠിച്ചു. ആരൊക്കെയാണ്? അന്റോയിൻ ലവോസിയ, അദ്ദേഹം മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നുമാണ് ഡിവൈഡ് ചെയ്തത്. രണ്ടാമത് പറഞ്ഞ ആള് ഡെ ബ്രൂയ്നർ, അദ്ദേഹം ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികകങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ത്രികകങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സിന് എക്സാമ്പിൾസും നമ്മൾ പഠിച്ചു. അത് പഠിച്ചോളണം കേട്ടോ, ആ എലമെന്റ്സ് ഏതൊക്കെയാണ് ട്രയാഡ്സിൽ വരുന്ന എലമെന്റ്സ് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളിൻ്റെ പേര് ന്യൂലാൻഡ്സ്. ആരാണ്? ന്യൂലാൻഡ്സ്. Newlands found that when elements were arranged in ascending order of atomic mass, each 8th element was a repetition of the first in its properties. അതായത് ന്യൂലാൻഡ്സ് ഈ മൂലകങ്ങളെ അല്ലെങ്കിൽ എലമെന്റ്സിനെ അറ്റോമിക് മാസിൻ്റെ
അസെൻഡിങ് ഓർഡറിൽ എന്ന് വെച്ചാൽ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ചെറിയ അറ്റോമിക് മാസിൽ നിന്ന് വലിയ അറ്റോമിക് മാസിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈച്ച് 8th എലമെൻറ്റ്, ഓരോ 8ാമത്തെ എലമെൻറ്റും വാസ് എ റെപ്പറ്റീഷൻ ഓഫ് ദി ഫസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ, ഓരോ 8ാമത്തെ എലമെൻറ്റും ആ ഒരു ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് എലമെൻറ്റിൻ്റെ റെപ്പറ്റീഷനാണ്, പ്രോപ്പർട്ടീസ് അല്ലേ, ആ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ റെപ്പറ്റീഷനാണെന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ആരാ? ന്യൂലാൻഡ്സ്. ഹി കമ്പയർഡ് ദിസ് ടു ദ 7 നോട്ട്സ് ഇൻ മ്യൂസിക്. അദ്ദേഹം ഈ മ്യൂസിക്കിലെ 7 നോട്ട്സ് എന്ന് വെച്ചാൽ സപ്തസ്വരങ്ങളുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്തത്. ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് നോൺ ആസ് ദ ലോ ഓഫ് ഒക്ടേഴ്സ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വർഗീകരണം എന്തെന്ന് അറിയപ്പെട്ടത്? ലോ ഓഫ് ഒക്ടേഴ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം. ലോ ഓഫ് ഒക്ടേഴ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം എന്നറിയപ്പെട്ടു. അപ്പോൾ ലോ ഓഫ് ഒക്ടേഴ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. As more elements were discovered, കൂടുതൽ എലമെന്റ്സ് ഡിസ്കവർ ചെയ്തപ്പോൾ ഇറ്റ് ബിക്കം ക്ലിയർ ദാറ്റ് ഓൾ എലമെന്റ്സ് കുഡ് നോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ദിസ് വേ. ഇത് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ എലമെന്റ്സ് ഒന്നും നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ന്യൂലാൻഡ്സിന്റെ അറേഞ്ച് ചെയ്ത എലമെന്റ്സ് ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. അതുപോലെ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഇതെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ 3 സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് പഠിച്ചത്. ആരൊക്കെയാണ്? ഡൊബറൈനർ, ആൻറ്റോൺ ലാവോസിയർ, പിന്നെ ന്യൂലാൻഡ്സ് അല്ലേ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെൻഡലീവ്. മെൻഡലീവിൻ്റെ എന്താണ് അറേഞ്ച്മെൻ്റ് ആണ്. എ സയൻറ്റിസ്റ്റ് നെയ്മഡ് മെൻഡലീവ് അറേഞ്ച്ഡ് ദ 63 elements known till that day in ascending order of their atomic masses and prepared a table. ഈ മെൻഡലീഫ് എന്ന് പറയുന്ന ആ ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? അന്ന് വരെ അറിയപ്പെട്ടിരുന്ന, അന്ന് വരെ ഉണ്ടായിരുന്ന 63 എലമെൻറ്റ്സിനെ ഏതിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ്? അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അല്ലേ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ആരോഹണ ക്രമം. അപ്പം അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അറ്റോമിക് മാസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അദ്ദേഹം അറേഞ്ച് ചെയ്ത് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? മെൻഡലീഫ് എത്ര എലമെൻറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തതെന്ന്? എത്ര എലമെൻറ്റ്സ് ആണ്? 63 എലമെൻറ്റ്സ്. അദ്ദേഹം എന്തിൻ്റെ ബേസിസിലാണ് അറേഞ്ച്മെൻറ്റ് നടത്തിയത്? അറ്റോമിക് മാസിൻ്റെ ബേസിസിൽ. അറ്റോമിക് മാസിൻ്റെ എന്താണ് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ. It was found that elements with the common properties were repeated at regular intervals. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എലമെൻറ്റ്സ് വിത്ത് കോമൺ പ്രോപ്പർട്ടീസ്, ഒരേ സ്വഭാവമുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ വേർ റിപ്പീറ്റഡ്, അതെന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു, ആവർത്തിക്കുന്നു. അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, കൃത്യമായ ഇടവേളകളിൽ. അപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് മെൻഡലീവ് മനസ്സിലാക്കി. അടുത്തത് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ. മാസ് നമ്പരും അറ്റോമിക് നമ്പരും എന്താണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആറ്റംസ് വെയർ ഇനിഷ്യലി തോട്ട് ടു ബി ദ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്, ബട്ട് ലേറ്റർ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ആറ്റംസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കാൾഡ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ആദ്യം മനസ്സിലാക്കിയിരുന്നത് ആറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെയുള്ള ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പദാർത്ഥമാണ് ഈ ആറ്റങ്ങൾ എന്ന് മനസ്സിലാക്കി. ആറ്റംസ് ഹാവ് എ സെൻറ്റർ കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ പേരാണ് ന്യൂക്ലിയസ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഫൗണ്ടഡ് ഇൻ ദിസ് വെരി സ്മാൾ ന്യൂക്ലിയസ്. ഈ വളരെ ചെറിയ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കാണപ്പെടുന്നത്. ഇലക്ട്രോൺസ് എക്സിസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. പ്രോട്ടോൺസ് ഹാവ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ഹാവ് എ നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ന്യൂട്രോൺസ് ആർ ചാർജ്ലെസ് പാർട്ടിക്കിൾസ്. ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഓരോ സെൻറ്റൻസും ഓരോ പോയിന്റ് ആണ് കേട്ടോ. The number of protons in an atom is considered as its atomic number. ഒരു ആറ്റത്തിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ദ മാസ് നമ്പർ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. എന്നാൽ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ടോട്ടൽ നമ്പറാണ്. അതായത് പ്രോട്ടോൺസിൻ്റെ നമ്പർ എത്രയാണോ അത് പ്ലസ് ന്യൂട്രോൺസിൻ്റെ നമ്പർ എത്രയാണോ അത് ചെയ്യുമ്പോൾ നമുക്ക് മാസ് നമ്പർ കിട്ടും. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്. ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ആ ആറ്റത്തിലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ആദ്യകാലത്ത് നമ്മൾ കരുതിയിരുന്നത് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയില്ല എന്നായിരുന്നു.
പക്ഷേ ആറ്റത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആറ്റത്തിന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ അകത്ത് വളരെ ടൈനി ആയിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. കുറേയല്ല, 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും. ഇനി ആറ്റത്തിൻ്റെ ഏറ്റവും അകത്തായിട്ട് സെൻറ്ററിൽ ഒരു ചെറിയൊരു ടൈനി പോർഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന ആ പോർഷനിലാണ് ആരൊക്കെ ഇരിക്കുന്നത്? ഈ ടൈനി പാർട്ടിക്കിൾസായ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. ഇനി പ്രോട്ടോൺസിന് എന്ത് ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജ്. ഇനി ന്യൂട്രോൺസിന് ചാർജേ ഇല്ല, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് എന്ത് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എപ്പോഴും ഒരാറ്റത്തിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്താണ്? അറ്റോമിക് നമ്പർ ആയിരിക്കും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ അല്ലെങ്കിൽ ആവർത്തന നിയമം എന്താണ് എന്നുള്ളതാണ്. നോക്കിയോളൂ. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഭൗതിക ഗുണങ്ങളും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ രാസഗുണങ്ങളും എന്ന് പറയുന്നത് എന്താണ്? ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ്. പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആവർത്തന ഫലങ്ങളാണ്. ഏതിൻ്റെ? ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന്. അപ്പോൾ എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. ഏതിൻ്റെ പീരിയോഡിക് ഫങ്ഷൻസ്? ദെയർ അറ്റോമിക് മാസ്. അവിടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്, പീരിയോഡിക് ഫങ്ഷൻസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കണം കേട്ടോ. അതായത് ഇതൊരു ലോ ആണ്. അപ്പോൾ ആ ലോ അങ്ങനെ തന്നെ പഠിക്കണം. എന്താണ്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഇനി മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. താഴെ ഒരു ഫിഗറില്ലേ, ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ദ ഹൊറിസോണ്ടൽ റോസ് ഇൻ ദ ടേബിൾ ആർ കോൾഡ് പീരിയോഡ്സ്. ഈ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഹൊറിസോണ്ടലായിട്ട് കുറേ റോസ് ഉണ്ട്. അതിൻ്റെ പേരാണ് എന്തോന്ന്? പീരിയഡ്സ്. ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. വെർട്ടിക്കലായിട്ടുള്ള കോളംസ്, കുത്തനെയുള്ള അങ്ങനെയുള്ള കോളംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ പറ്റില്ല? എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഷോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആ ഗ്രൂപ്പുകളിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പുകളിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഷോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേപോലത്തുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രകടിപ്പിക്കുന്നു അല്ലേ? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ രാസസ്വഭാവങ്ങൾ ഒരേപോലെ പ്രകടിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സവിശേഷതകൾ. ആര്? മെൻഡലീവ്സിൻ്റെ ഈ പീരിയോഡിക് ടേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയോളൂ. എലമെൻറ്റ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ് ഫോർ എലമെൻറ്റ്സ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വെയർ പ്രഡിക്റ്റഡ്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ്. ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസസ് ലെഫ്റ്റ് ചെയ്തു. അതായത് എന്താണ്? ഒഴിഞ്ഞ കളങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലുണ്ടായിരുന്നു. എന്തിനാണ് അദ്ദേഹം കളങ്ങളൊക്കെ ഒഴിച്ചിട്ടത്? ടു ബി ഡിസ്കവേർഡ്. ഈ എലമെൻറ്റ്സ് ഒക്കെ പിന്നീട് ഡിസ്കവർ ചെയ്യും. എലമെൻറ്റ്സ് ടു ബി ഡിസ്കവേർഡ്, പിന്നീട് ഡിസ്കവർ ചെയ്യും എന്ന് അദ്ദേഹം അസ്യൂം ചെയ്തിട്ട് കുറച്ച് കളങ്ങളൊക്കെ ഒഴിച്ചിട്ടു. എന്നിട്ട് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വെയർ ഈ ഡിസ്കവർ ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണോ ആ ഡിസ്കവർ ചെയ്യുന്ന എലമെൻറ്റ്സിന് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അല്ലേ? അടുത്തത്, ഇത് ഒന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത്, എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് വെയർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു സിംപ്ലിഫൈ ദ സ്റ്റഡി ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. ഒരേ ഗുണങ്ങളുള്ള മൂലകങ്ങളെ അല്ലെങ്കിൽ എലമെൻറ്റ്സിനെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ വരുന്ന വിധമാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അപ്പം നമുക്ക് ആ എലമെൻറ്റ്സിൻ്റെയും അവയുടെ കോമ്പൗണ്ട്സിനെയും കുറിച്ച് പഠിക്കുന്നത് എന്തായി? വളരെ എളുപ്പമായി. അടുത്തത്, however, the order of atomic mass was not strictly followed in the case of all elements. അറ്റോമിക് മാസിൻ്റെ ഈ ഒരു അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് എല്ലാ എലമെൻസിൻ്റെ കേസിലും അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹൈഡ്രജൻ കുഡ് നോട്ട് ബി ഗിവൺ ആൻ എക്സാക്ട് പൊസിഷൻ. ഹൈഡ്രജൻ അദ്ദേഹത്തിന് വളരെ ആയിട്ടുള്ള ഒരു പൊസിഷൻ നൽകാൻ കഴിഞ്ഞില്ല. ഹൈഡ്രജന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ എലമെൻറ്റ്സ് വിത്ത് വെരി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഹാഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഈ പ്രോപ്പർട്ടീസ് വളരെയധികം വ്യത്യാസമുള്ള എലമെൻറ്റ്സ് പോലും അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇതൊക്കെയാണ് ഈ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ
ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? വെൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ വാസ് ഫോംഡ് ഇൻ 1869, 1869 ഈ മെൻഡലീവ്സ് ഈ പറയുന്ന പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. ദർ വാസ് ലിമിറ്റഡ് നോളജ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദി ആറ്റം ആൻഡ് ഇറ്റ്സ് എലമെൻ്ററി പാർട്ടിക്കിൾസ്. അപ്പോൾ അദ്ദേഹം അന്ന് കൊണ്ടുവന്ന ആ സമയത്ത് ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചും പിന്നെ അതിൻ്റെ അകത്തുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൗലിക കണങ്ങൾ, ഏതൊക്കെയാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആറ്റത്തിലെ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൻറി മോസ്ലി ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ അറ്റോമിക് നമ്പർ. പിന്നീട് ഹെൻറി മോസ്ലി എന്ന ഒരു വ്യക്തി എന്ത് കണ്ടെത്തി? ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഏതിനാണ്? ദെയർ അറ്റോമിക് നമ്പർ, അവരുടെ അറ്റോമിക് നമ്പറിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ദ പീരിയോഡിക് ടേബിൾ വാസ് ഡെവലപ്ഡ് ബൈ ഹിം ഇസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ യൂസ്ഡ് ടുഡേ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഈ ഹെൻറി മോസ്ലി ഡിസ്കവർ ചെയ്ത ആ ഒരു പീരിയോഡിക് ടേബിളാണ്. അതറിയപ്പെടുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ്, ആധുനിക ആവർത്തന പട്ടിക എന്നാണ്. മനസ്സിലായോ? അതിൻ്റെ ഫിഗറാണ് നമ്മൾ ആദ്യം എടുത്ത ഒരു പീരിയോഡിക് ടേബിൾ കണ്ടില്ലേ? അത് അതിൻ്റെ ഫിഗറാണ്. ആരുടെ? ഈ പറയുന്ന മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഫിഗർ എവിടെ? അതായത് കണ്ടോ, പേജ് നമ്പർ 75 കണ്ടോ? ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസും നോട്ടും ഒക്കെ തരാം കേട്ടോ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ.